ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞാനും സിനേട്ടനും നന്ദമോളും ചാലിയം ബീച്ചിൽ പോവാമെന്നുള്ളൊരു പ്ലാനിങ്ങോട് കൂടി ഇറങ്ങിയതാട്ടോ. പിന്നെ പെട്ടെന്ന് മാറ്റിയിട്ട് അത് ബേപ്പൂര് ബീച്ചിലേക്ക് ആക്കിട്ടോ. അപ്പം ഹെൽമെറ്റ് എടുത്തിട്ടില്ലേ, ഇനിയെ ഹെൽമെറ്റൊക്കെ അഭിമോൻ്റെ അടുത്ത് പോയി വാങ്ങി ഞങ്ങൾ പോവാണ്. ഇപ്പോൾ ഫറോക്ക് എത്തിയിട്ടോ. ഫറോക്ക് എത്തിയപ്പോൾ ഇവിടെ പാലത്തുമ്മൽ ബ്ലോക്കാണേ, വാഹനങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ വിട്ട് ബേപ്പൂർ ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ബേപ്പൂർ ബീച്ചിലേക്ക് എത്താനായി ഒരു അറിയിപ്പാണ് നമ്മൾ ഈ ബോട്ടുകളൊക്കെ കാണുന്നത്. കുറേ മുന്നോട്ടേക്ക് പോയി അവിടെ എത്തിയപ്പോൾ ഒരുപാട് വാഹനങ്ങളൊക്കെ ബ്ലോക്കായി കിടക്കുക കേട്ടോ. അപ്പുറത്തെ സൈഡിൽ നമ്മളെ ചാലിയം ബീച്ചും നമ്മൾ ജങ്കാർ മുഖേന ഈ ഭാഗത്തേക്ക് കടക്കാം കേട്ടോ. പക്ഷേ ജങ്കാറിൽ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ചുറ്റി ഇതിലേ വന്നത്. ഇത്രയും ചുറ്റി വരേണ്ട ആവശ്യമില്ല. ജങ്കാറിൽ കയറുകയാണെങ്കിൽ ചാലിയത്ത് വന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പുളിമൂട്ടിലേക്ക് ജങ്കാറിൽ വണ്ടിക്ക് 30 രൂപ 50 രൂപ എന്തേ ഉള്ളൂ. അങ്ങനെ പോരാട്ടോ. അപ്പോൾ ബേപ്പൂർ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇവിടെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. 3 ദിവസത്തെ പ്രോഗ്രാമൊക്കെ ഉണ്ടേനി ഇവിടെ. കഴിഞ്ഞ കൊല്ലമൊക്കെ ഞങ്ങൾ വന്നിട്ടുണ്ടേനി കേട്ടോ. കഴിഞ്ഞ കൊല്ലമല്ല, അതിൻ്റെ മുന്നത്തെ കൊല്ലമൊക്കെ ഞങ്ങൾ വന്നിട്ടുണ്ടേനി. കഴിഞ്ഞ കൊല്ലം വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ ബോർഡ് ഇപ്പോഴും എടുത്ത് മാറ്റിയിട്ടൊന്നുമില്ല. ഇത് ഞായറാഴ്ചത്തെ ഒരു വ്ളോഗാട്ടോ. അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. അപ്പോൾ സിനേട്ടൻ വണ്ടി വെക്കാനൊരു ഗ്യാപ്പ് തിരഞ്ഞങ്ങനെ നടക്കുക. പിന്നെ അവിടെയൊന്നും ഗ്യാപ്പില്ലാഞ്ഞിട്ട് വീണ്ടും നേരെ പോയി അവിടെ എവിടെയോ വണ്ടി വെച്ചിട്ട് അവിടെ നിന്ന് നടന്ന് വരുന്നുണ്ട് കേട്ടോ. ഏതായാലും ഒരു സ്ഥലം കിട്ടി വണ്ടി വെക്കാനായിട്ട്. ഇവിടെയൊക്കെ വന്നാൽ അങ്ങനെയാണേ, വണ്ടി വെക്കാനൊരു നല്ല സ്ഥലം കിട്ടൂല. അപ്പോൾ എവിടെയോ കൊണ്ടുപോയി വെച്ച് നടന്ന് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. ഇഷ്ടം പോലെ ആളുകൾ വന്നു പോണവരുണ്ട്. ഇന്നാണെങ്കിൽ നല്ലൊരു വെയിലിന് കുറവുണ്ട് കേട്ടോ. ഓവർ വെയിലൊന്നുമില്ല. പിന്നെ നമ്മളെ പുളിമൂട്ടിൽ ബീച്ച് എന്നാട്ട് ഇവിടേക്ക് പറയാം. ബീച്ചിന് തന്നെ നല്ലൊരു പ്രത്യേക ഭംഗിയൊക്കെ വെച്ചിട്ടോ. ഇങ്ങനെയൊക്കെ ആക്കിയാൽ പിന്നെ വന്നിട്ടേ ഇല്ല. കുറേ ആയിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ട്. അപ്പോൾ ഇവിടെ മൊത്തം നല്ല മാറ്റങ്ങൾ വന്നണ്. പക്ഷേ ഇവിടെ നന്ദുവിനും സിനേട്ടനും വലിയ താല്പര്യമായില്ല. വലിയ കാര്യത്തിൽ ഇങ്ങോട്ട് പോവാന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഇവർക്കിത് വലിയ താല്പര്യമായില്ല. അതെന്തെന്നെ പറഞ്ഞാലും നമ്മളെ ചാലിയം ബീച്ചാണ് കേട്ടോ അടിപൊളി എന്നാണ് പറയുന്നത്. സിനേട്ടൻ നമ്മളെ ചാലിയം ബീച്ചാണ് ഇഷ്ടമായത്. അപ്പോൾ ഈ ആടുകൾ അവിടെ ഇങ്ങനെ അയച്ചു വിടും കേട്ടോ. അവിടെ അടുത്തുള്ള വീട്ടുകാരെ ആടാന്ന് തോന്നുന്നുണ്ടേ. ഇവരിവിടെ ഇങ്ങനെ ആളുകൾ കൊടുക്കണ ഈ പലഹാരങ്ങളും കാര്യങ്ങളും തിന്നും അങ്ങനെ നടക്കും. അത് നമ്മൾ എപ്പോൾ വന്നാലും ഇവിടെ കാണുന്നൊരു കാഴ്ച കേട്ടോ അത്. അങ്ങനെ ഞങ്ങൾ കുറേ അവിടെയൊക്കെ ഇരുന്ന് പിന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. കടൽ തീരത്തേക്ക് നോക്കിയപ്പോൾ ഇഷ്ടം പോലെ കുട്ടികൾ വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. വെള്ളത്തിന് ഒരു പ്രത്യേക സ്മെല്ലും ഉണ്ടേ, ഒരു ജാതി മണമുണ്ട്. പിന്നെ വണ്ടിയിലൊക്കെ വന്ന ആൾക്കാരായിരിക്കും ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കണത്. അപ്പോൾ കാണുന്നത് നമ്മളെ ചാലിയം ബീച്ച്. അവിടെ ഇരുന്നാൽ ഇപ്പുറത്തേക്കും കാണാം, ഇവിടെ ഇരുന്ന് അപ്പുറത്തേക്കും കാണാമെന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ നല്ല സ്പീഡ് ബോട്ടിൻ്റെ സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ ഒരാൾക്ക് പോകണമെങ്കിൽ 200 റുപ്യാണേ. സാധാ ബോട്ടിൽ പോകണമെങ്കിൽ 100 രൂപ കേട്ടോ. വിനോദസഞ്ചാരം പോലെയുള്ള ബോട്ടൊക്കെ ഉണ്ട്. ഫാമിലി ആയിട്ട് നമുക്ക് പോകാൻ പറ്റിയ ബോട്ടും കാര്യങ്ങളും ഭക്ഷണം ഒക്കെ ഉണ്ട് കേട്ടോ. അതിലൊരു ദിവസം അതിൽ ചിലവഴിക്കാൻ 5000 രൂപയോ അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ. അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും ചാലിയം ബീച്ചിലുണ്ട്, ഇവിടുത്തെ ബീച്ചിലുണ്ട് കേട്ടോ. പിന്നെ ആളുകൾക്ക് കടലിലേക്ക് നോക്കിയിരിക്കാൻ പറ്റിയ ഇരിപ്പിടങ്ങളൊക്കെ ആദ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നുകൂടി മെച്ചപ്പെട്ടണേ. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവിടുന്നോ ടൂർ വന്ന ആളുകളാട്ടോ. അവിടെ ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ കണ്ട് ഇവിടുന്നോ ഈ ഭാഗത്തേക്ക് ടൂർ വന്നതാണ്. അപ്പോൾ അവർ നല്ലോണം ഉണ്ട് കേട്ടോ. ഈ വിനോദസഞ്ചാര ബോട്ടിലുണ്ട്, ഇഷ്ടം പോലെ ആളുകളുണ്ട്. അതിൻ്റെ ഉള്ളിലും ഉണ്ടാവും ഇഷ്ടം പോലെ ആളുകൾ. അപ്പോൾ ഇതിൽ ഒരാൾക്ക് 100 രൂപ വെച്ചിട്ടാണ് കേട്ടോ. അത് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് മീൻപിടുത്തം കഴിഞ്ഞിട്ട് ഒരു ബോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്താനായപ്പോൾ സ്പീഡ് കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചാലിയം ഹാർബറിലേക്കും ഈ ബേപ്പൂർ ഹാർബറിലേക്കൊക്കെ പോണ ബോട്ടാണ് കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ വഴിക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ കുറേ നേരം ഇരുന്ന് മടുത്തപ്പോൾ നന്ദു പറഞ്ഞു, പോവാമ്മേ നമുക്ക് ഇങ്ങനെ നടക്കാമെന്ന്. നന്ദുവിനെ അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമുള്ള കാര്യമില്ല കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് ഞാൻ വീഡിയോ ഇങ്ങനെ എടുക്കുന്നുണ്ട്. നമുക്ക് വീഡിയോ ആണല്ലോ മുഖ്യം അല്ലേ. അപ്പോൾ ചെറിയൊരു വോയിസൊക്കെ കൊടുത്ത് ചെറിയൊരു വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വ്ളോഗൊക്കെ എടുക്കുന്നത്. പിന്നെ കാണാത്ത ഒരുപാട് കൂട്ടുകാർക്ക് നമ്മുടെ നാടും സ്ഥലവും കാര്യങ്ങളും ഒക്കെ കാണാമല്ലോ അല്ലേ. അപ്പോൾ കടലിലേക്ക് ഇനിയിപ്പോൾ ആരും വീണ് പോകില്ല കേട്ടോ. അങ്ങനെയുള്ള സജ്ജീകരണങ്ങളൊക്കെയാണ് നടത്തിയിട്ടുള്ളത്. ഇനി ഏത് കുട്ടികൾ വന്നാലും കടലിലേക്ക് വീണൊന്നും പോകില്ല. അത്രയും നല്ലതിൽ ഒരു ചെറിയ കോൺക്രീറ്റിൻ്റെ മതിൽ പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കണ്ടിട്ട് കുറച്ച് ആൾക്കാരൊക്കെ നോക്കണുണ്ടേ. പക്ഷെ നമ്മൾ അങ്ങോട്ടേക്ക് നോക്കിയാൽ നമുക്കും ഒരു ചമ്മലാകും. അതുകൊണ്ട് ഞാൻ അവരെ മുഖത്തേക്കൊന്നും നോക്കിയില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ വ്ളോഗ് എടുത്ത് നടന്ന് അപ്പോൾ ഉപ്പിലിട്ടത് കണ്ടപ്പം ചെറിയൊരു കൊതി.
അപ്പോൾ നന്ദുവിന് പേരക്ക മതി പറഞ്ഞ്, എനിക്ക് പൈനാപ്പിൾ. അങ്ങനെ ഞാനൊരു പൈനാപ്പിൾ, നന്ദു ഒരു പേരക്ക. നന്ദു അതിലേക്കൊരു മസാല എടുക്കാൻ വേണ്ടി പോയത് കേട്ടോ. എനിക്കിഷ്ടമല്ല ആ മസാല തേക്കണത്. പക്ഷേ ഈ പൈനാപ്പിൾ ഉപ്പിലിട്ടത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് വെച്ചാൽ നല്ലൊരു ടേസ്റ്റ്, പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നേ. അപ്പോൾ സിനേട്ടൻ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പൈസ കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിന് കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നടക്കാം. അപ്പം ഞങ്ങൾ രണ്ടാളും ഇതൊന്ന് തിന്നു നോക്കിയെന്ന് പറഞ്ഞ് കൊടുത്തു കേട്ടോ. അപ്പം സംഭവം ടേസ്റ്റ് ഉണ്ട്. പൈനാപ്പിളാണോ പേരയ്ക്കാണോ രസം നോക്കിയപ്പം രണ്ടും കുഴപ്പമില്ല, എന്നാൽ ഒന്ന് വാങ്ങിക്കൊള്ളിയാണ് പറഞ്ഞു. എനിക്ക് വേണ്ട പറഞ്ഞിട്ടാ അങ്ങനെ പോവാണ്. അപ്പോൾ നന്ദു പേരക്ക കടിക്കാൻ നിന്ന്. അപ്പോൾ ചെറിയൊരു കടി പേരക്കയും കടിച്ചിട്ട് കിട്ടണില്ല പേരക്ക. പക്ഷെ എൻ്റെ പൈനാപ്പിളോള് നല്ല അടിപൊളി വലുപ്പത്തിൽ കടിച്ചെടുത്ത് കേട്ടോ. എന്തായാലും പോട്ടെ, നമുക്കത് തിന്നിങ്ങനെ മുന്നോട്ടേക്ക് പോവാം. അപ്പം കുറച്ചും കൂടി കാഴ്ചകൾ കണ്ട് നടന്നിട്ടേ നമുക്ക് പോവാം. 1-2 ഷോർട്സും കാര്യങ്ങളൊക്കെ എടുക്കണം. കച്ചവടക്കാരൊക്കെ നമ്മുടെ ചാലിയം ബീച്ചിലത്തെ അത്ര ഇവിടെ ഇല്ല കേട്ടോ, നല്ല കുറവാണ്. ആദ്യമൊക്കെ കടലിൻ്റെ തീരത്തേക്ക് പോകുമ്പോൾ നല്ല കച്ചവടക്കാരൊക്കെ ഉണ്ട്. ഇനി ഇപ്പോൾ ഒരുപാട് കച്ചവടം കുറഞ്ഞ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇനിയും വരാതെയായിട്ട് തോന്നുകയാണോ എന്നും അറിയില്ല കേട്ടോ. എന്നാലും അവിടെയൊക്കെ ഒന്നുകൂടി ഉള്ളിലേക്കൊക്കെ ഒന്ന് പോയി കണ്ട് ഇങ്ങനെ വരും കേട്ടോ. അവിടെ ഒരുപാട് ഈ കച്ചവടക്കാരെന്ന് പറയുന്നത് അവിടെ അടുത്തുള്ള വീടുകളിലെ ആൾക്കാരൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവാം കേട്ടോ. ഇനി ഒരുപാട് നേരം നിൽക്കണില്ല. കാരണം നന്ദമോൾ കുറേ ദിവസമായിട്ട് ബീഫ് വേണം, ബീഫിൻ്റെ ഫ്രൈ വേണം എന്ന് പറയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അവൾക്ക് അവിടുന്ന് എവിടുന്നേലും ഒന്ന് വാങ്ങിക്കൊടുക്കണം അതെന്ന് സിനേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവൾക്ക് അത് വാങ്ങിക്കൊടുക്കണം. അപ്പോൾ അധികം ഇരുട്ടാവാൻ ഇവിടെ നിൽക്കില്ല. പക്ഷേ ഇരുട്ടായി തുടങ്ങിയിട്ടോ. 6 മണി ആയപ്പോൾ തന്നെ ഒരു 7 ഇരുട്ടൊക്കെ തുടങ്ങി. ഞങ്ങളിനി ഇവിടുന്ന് അങ്ങോട്ട് പോവാണ്. അപ്പം പിന്നെ അപ്പോഴാണ് നമ്മളെ ഈ ചെറിയ ചെറിയ ബോട്ടുകൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാച്ച് വീഡിയോ എടുത്തത് കേട്ടോ. നല്ല ഒഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ പോയി ഇറങ്ങി ഇരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ അതാ ഒന്നുകൂടെ ഇരുട്ടായപ്പോൾ ലൈറ്റൊക്കെ ഇട്ടു. പിന്നെ ഞങ്ങൾ 1-2 ഷോർട്സൊക്കെ എടുത്ത്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കണത്. അപ്പോൾ നന്ദുവിനെയും സിനുവേട്ടനെയും നമ്മളൊക്കെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇനി നമ്മൾ പോവാന്ന് പറഞ്ഞു. അങ്ങനെ അതാ രണ്ടാളും അവിടെ നിന്ന് അനങ്ങീന്. ഞാൻ വീഡിയോ എടുത്ത് അങ്ങനെ നടക്കുന്നുണ്ട്. വണ്ടി വെച്ചോടത്തേക്ക് പോകണം. വണ്ടി ഒരുപാട് അകലെയല്ലേ, അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ടേക്ക് നടന്നെത്തണം. പിന്നെ ഒരുപാട് ബ്ലോക്ക് വരും. കാരണം എന്നാൽ അവിടെ ഒരു പാർട്ടീൻ്റെ ഒരു മീറ്റിങ്ങും യോഗവും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ തന്നെ അത്യാവശ്യം ബ്ലോക്കിൽ പെട്ടിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. അപ്പോൾ ഇനി പോകുമ്പോൾ അതിലേറെ ബ്ലോക്കാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇനി വേഗം ഇവിടുന്ന് തടി കഴിച്ചിലാക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നന്ദുമോൾക്കും സിനേട്ടനും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വല്ലാണ്ട് അങ്ങോട്ട് ബോധിച്ചില്ല. ഇതിലും നല്ലത് ചാലിയം ബീച്ചിൽ പോയാൽ ഇഷ്ടം പോലെ ഇരിക്കാനൊക്കെ കടപ്പുറത്തൊക്കെ നല്ല സ്ഥലമാണെന്ന് അറിയാം കേട്ടോ. ഇവിടെ ഒരു സുഖമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സിനേട്ടൻ വണ്ടി എടുക്കാൻ വേണ്ടി കയറി, ഞങ്ങൾ പിന്നാലെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഈ വ്ളോഗൊക്കെ ചെറിയൊരു വ്ളോഗാട്ടോ, വലിയ ആർഭാടങ്ങളോ ഒന്നുമുള്ളൊരു വ്ളോഗൊന്നുമല്ല. നമ്മുടെ ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണം. നമ്മളൊരുപാട് ഷോർട്സൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ ഒരുപാട് പേര് നമ്മുടെ ഷോർട്സും വീഡിയോസൊക്കെ കാണുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടൊരു ദിവസം അത് സബ് ചെയ്ത് തിരിച്ചെടുത്ത് പോകും. അതെന്താണെന്ന് അറിയില്ല. നമ്മളെ ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടണില്ല എന്നൊരു ചെറിയൊരു തോന്നലുണ്ട്. അതൊക്കെ എന്തേലും ആവട്ടെ, നമ്മളേതായാലും ഇവിടുന്ന് പോവാം കേട്ടോ. എന്തായാലും കുറച്ച് നേരം വന്നു ഒന്ന് സന്തോഷിച്ച് തിരിച്ചു പോവാണ്. ജീവിതത്തിൽ ഇതൊക്കെയല്ലേ ഉള്ളതല്ലേ. എന്നാണ് നമ്മൾ ഈ ഭൂമി വിട്ട് പോകുക എന്നൊന്നും അറിയില്ല. ഉള്ള കാലം സന്തോഷത്തോടെയും സമാധാനത്തോടെ കൂടി ജീവിക്കുക, അത്ര തന്നെയുള്ളൂ. ആരോടും ഒരു ദേഷ്യവും വൈരാഗ്യവും വാശിയൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ബേപ്പൂർ ബീച്ച് ഇഷ്ടമായോ എന്നൊക്കെ പറയണം. മൊത്തത്തിലൊന്നും ഞാൻ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. എന്തോ ഈ ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച്, വലിയ വ്ളോഗ് നീട്ടി വലിപ്പിച്ചെടുക്കണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാ ബോട്ട് സവാരി കഴിഞ്ഞ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. ജങ്കാറ് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഭയങ്കര തിരക്ക്. അല്ലെങ്കിൽ ഞങ്ങൾ ജങ്കാറിൽ അപ്പുറത്തേക്ക് പോയേനെ, ചാലിയത്ത് എത്തി കിട്ടിയേനെ, പെട്ടെന്ന് വീട്ടിലെത്തേനി. പക്ഷേ ജങ്കാറിലും നല്ല തിരക്കാണ്, കാറുകളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇനി പിന്നീട് ഒരു ദിവസം വന്നിട്ട് ജങ്കാറിൽ അപ്പുറം പോകാൻ വിചാരിച്ചു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.